നമസ്കാരം, സിജു രാജൻ. ബിസിനസ്സിനെ വളർത്തുന്നത്, ബിസിനസ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നത് രണ്ട് എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ്. ഒന്ന്, പണം. ധാരാളം പണം നമുക്ക് നിക്ഷേപിക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബിസിനസ് വളർത്താനായിട്ട് കഴിയും, ബിസിനസ് നല്ല രീതിയിൽ വിപുലീകരിക്കാനായിട്ട് കഴിയും. ശരിയല്ലേ? അല്ല എങ്കിൽ സമയമാണ്. ധാരാളം സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, സമയം ധാരാളം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിനെ നമുക്ക് പതിയെ ഗ്രാജുവലി സ്ലോലി വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. ചെറുകിട ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പണം നിക്ഷേപിക്കാനായിട്ട് അവരുടെ കയ്യിലില്ല. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആകെ കൂടിയുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ കുറച്ച് കാത്തിരുന്നിട്ടാണെന്നുണ്ടെങ്കിലും പതിയെ അവർക്ക് അവരുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. അത്തരത്തിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറുകിട ബിസിനസ്സുകൾ സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് എവിടെയാണ്? കോസ്റ്റ് കൺട്രോളിങ്ങിലാണ്, അല്ലേ? ചെലവുകൾ ചുരുക്കുന്നതിലാണ്. കാരണം എങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ ചെലവുകൾ 2 ഭാഗങ്ങളിലാണ് വരുന്നത്. ഒന്ന്, പ്രോസസ്സിൽ, ആ ഉൽപ്പാദനം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സേവനത്തിൻ്റെ ആ ഒരു പ്രക്രിയ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് വരുന്ന മേജറായിട്ടുള്ള ചെലവുകൾ. മറ്റൊന്ന്, റിസൾട്ട്, ആ ഫൈനലായിട്ട് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ മേലെ നേരിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ചിലവുകൾ. ഈ 2 ചിലവുകളാണ് മേജറായിട്ടുള്ളത്. ചെറുകിട ബിസിനസ് റൺ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് പ്രോസസ് കോസ്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന മിഷനറീസ് നിങ്ങൾക്ക് മിനിമലാക്കാം. ശരിയല്ലേ? അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യാം. അവിടെ നിക്ഷേപമായിട്ട് നിങ്ങൾ പണമല്ല ഇറക്കേണ്ടത്, സമയമാണ് ഇറക്കേണ്ടത്. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു മിഷനറി, ഒരു ഫുൾ ഓട്ടോമേറ്റഡ് മിഷനറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമയം ചുരുക്കിക്കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള അത്തരത്തിലൊരു മിഷനറി സെറ്റ് ചെയ്യാനായിട്ടുള്ള കാശില്ലാത്തതുകൊണ്ട് നിങ്ങളവിടെ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ഇറക്കേണ്ടതായിട്ട് വരാം. കൂടുതൽ മാനുവലായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരാം. സോ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നത് പ്രോസസ്സിലത്തെ ഈ മിഷനറീസ് ആണ്. ഒപ്പം തന്നെ ഫർണിഷിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് വരുത്താനായിട്ട് കഴിയും. അവിടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള മിഷനറി വാങ്ങാതെ നിങ്ങൾക്ക് സമയം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ വരാം. പക്ഷേ വേറെ നിവർത്തിയില്ല, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ഒരു കോസ്റ്റ് വരുന്നത് ആ ഉൽപ്പന്നത്തിൽ ഡയറക്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്. അതായത് പാക്കിംഗ് കവർ, ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽ, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറക്കുന്ന പൈസ, ഈ കാര്യങ്ങളെല്ലാം പ്രോഡക്റ്റിനെ ഡയറക്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം വിറ്റ് പോകത്തില്ല. ഈ സാധനത്തിന് നിങ്ങൾ ഉൽപ്പന്നം അർഹിക്കുന്ന വില പോലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കത്തില്ല. കാരണം ഒരു ലോ ക്വാളിറ്റി, ലോ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടേ ആളുകൾ ഇത് കാണത്തുള്ളൂ. അതുകൊണ്ട് പാക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഡിസൈനിങ്ങിലാണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് വരുത്തരുത്. പക്ഷേ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോസസ്സിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് വരുത്താം. കാരണം കസ്റ്റമേഴ്സ്, ഈ എൻഡ് യൂസേഴ്സ് ഒരിക്കലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, നല്ല മെഷീനറീസ് യൂസ് ചെയ്തിട്ടാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇതൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ഇതൊന്നും അവർ നോക്കുന്നില്ല. ഇത് അവരെ കൺസേണിൽ വരുന്നൊരു കാര്യമില്ല. അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ് മികച്ചതായിരിക്കണം, അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അവർക്ക് ആ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് തോന്നണം. സോ ഒരു ഔട്ടർ അപ്പിയറൻസ് മികച്ചതാക്കുക. അവിടെ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് വരുത്തരുത്. അത്തരത്തിൽ കോംപ്രമൈസ് വരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ നിക്ഷേപത്തിൽ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ കുറേ പേര് കൂടിയിട്ട് അവർ മൊത്തത്തിലൊരു ലോൺ എടുത്തിട്ട് ഈ കുടുംബശ്രീയൊക്കെ ആരംഭിക്കുന്ന ചെറിയ സംരംഭങ്ങൾ, ഇത്തരം സംരംഭങ്ങളെ നമുക്ക് ആകെ കൂടി കാണാൻ കഴിയുന്നത് എന്തെങ്കിലും ഒരു ഫെസ്റ്റ് നടക്കുമ്പോഴേ, എന്തെങ്കിലും ഒരു എക്സ്പോ നടക്കുന്ന സമയത്ത് അവരൊരു സ്റ്റാൾ വെച്ചിട്ടിരിക്കും. അതിനപ്പുറത്ത് ഒരു കടയിൽ പോലും ഇവരുടെ പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം വെക്കാൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം അത് അട്രാക്റ്റീവ് അല്ല, ഒട്ടും അട്രാക്റ്റീവ് അല്ല. അവർ പ്രോഡക്റ്റ് ക്വാളിറ്റി ഒരു വിഷയം നല്ലതായിരിക്കാം, പക്ഷേ ഇതൊട്ടും അട്രാക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് അവർ വെക്കത്തില്ല, പ്ലേസ് ചെയ്യത്തില്ല. സൂപ്പർ മാർക്കറ്റിന് ഭംഗിയൊക്കെ എടുക്കുന്നൊരു കാര്യമല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ പല കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ആരും വാങ്ങാതെ ഈ കുടുംബശ്രീ സംരംഭങ്ങൾ അടച്ചു പൂട്ടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന കോംപ്രമൈസിങ് ആണ്. എവിടെ കോംപ്രമൈസ് ചെയ്യുന്നു? ആ ഒരു മേജർ പ്രോഡക്റ്റിൽ കോംപ്രമൈസ് ചെയ്യുന്നു.
നെവർ ഡു ദാറ്റ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്ന ലെവലിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നൊരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ഈ ബിസിനസ് അധികാരം ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല, ഇത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട് ഇത് ബിസിനസ് മുന്നോട്ടേക്ക് പോകുമോ, പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പിരിച്ചുവിട്ട് ബിസിനസ് അങ്ങ് നിർത്തും. ഇത്തരത്തിലുള്ളൊരു പ്ലാനിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അവിടെയില്ല ഇവിടെയില്ല എന്ന് പറയുന്ന ലെവലിലുള്ളൊരു മനസ്സാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഇനീഷ്യൽ സ്റ്റേജിൽ കമ്പനി ഇൻകോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ പോകരുത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ ഇത്തരത്തിൽ ഇൻകോർപ്പറേറ്റഡ് കമ്പനി ആക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇയർലി കംപ്ലയിൻസസ് കൂടുതലാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും അതിനുള്ള ഇൻകം ജനറേറ്റ് ചെയ്ത് അത് റൺ ചെയ്യാൻ കഴിയണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് ആ ഒരു സമയത്ത് ഈ ഇയർലി കംപ്ലയിൻസ് വരുന്ന സമയത്ത് നിലനിൽക്കണമെന്ന് പോലുമില്ല. ഈ സാഹചര്യത്തിൽ കമ്പനി ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലോസ് ചെയ്യാൻ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ ചിലവാക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാം. അപ്പോൾ ഈ റെഗുലർ കംപ്ലയിൻസസ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനി ഫോർമേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യരുത്. രണ്ടാമത്തേത് ISO സർട്ടിഫിക്കേഷൻ പോലെയുള്ള കമ്പനിക്ക് മാൻഡേറ്ററി അല്ലാത്ത രജിസ്ട്രേഷൻസ്. ഈ സർട്ടിഫിക്കേഷൻ ചില കാര്യങ്ങൾക്ക് മാത്രമേ മാൻഡേറ്ററി ഉള്ളൂ, അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും മാൻഡേറ്ററി അല്ല. വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രം ആൾക്കാർ ചെയ്തു വയ്ക്കുന്ന പരിപാടിയാണ്. അതിലേക്കൊന്നും ആവശ്യമില്ലാതെ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ISO സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആളുകൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടോ, അതൊക്കെ ചുമ്മാ തോന്നുന്നു. അതൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നു, പക്ഷേ ഇന്ന് അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈസൻസുകൾ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. സാധാരണ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ, ചിലവ് കുറഞ്ഞ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ ബിസിനസ് മുന്നോട്ടേക്ക് പോവുക. മൂന്നാമത്തേത് ബഡ്ജറ്റിംഗ് ആണ്. വളരെ കാര്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ് അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടുന്ന തുക, ഒപ്പം മാർക്കറ്റിങ്ങിന് വേണ്ടുന്ന തുക. പല ബിസിനസ്സുകാരും ചെയ്യാത്തൊരു കാര്യം ഇതാണ്. മാർക്കറ്റിങ്ങിന് അവർ പണം കണ്ടെത്തിയിട്ടുണ്ടാവില്ല, മാർക്കറ്റിങ്ങിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കുടുംബശ്രീക്കാരുടെ പ്രശ്നം അതാണ്. അവർ മുമ്പിൽ എന്ത് മാർക്കറ്റിംഗ് അവർക്ക് അറിയത്തില്ല. അവരാകെ ചെയ്യുന്നത് എക്സ്പോയിൽ പോയിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റ് വയ്ക്കുകയാണ്. ഈ നവകേരള യാത്രയുടെ ആ സ്റ്റേജിൻ്റെ സൈഡിൽ അവരെ പ്രൊഡക്റ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. അതിനപ്പുറത്ത് ഇതിനെ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഇവർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാർക്കറ്റിങ്ങിനൊരു എക്സ്പെൻസ് കാണണം. ഒപ്പം തന്നെ എത്രത്തോളം സെയിൽസ് നടക്കുന്നുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടും കഴിയണം. അത്തരത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിങ്ങിനുള്ള കോസ്റ്റ് കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കുറച്ച് ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. മാർക്കറ്റിംഗ് കോസ്റ്റ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യണം അടുത്തൊരു വർഷത്തേക്കോ അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസത്തേക്ക് എങ്കിലും. ഒപ്പം തന്നെ സെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. ഒരു വർഷത്തേക്കുള്ള സെയിൽസ് എത്രത്തോളം നടക്കുന്നുള്ളത്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ധാരാളം ടെക്നിക്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നില്ല. അതൊരു എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. സോ ഇൻ ഷോർട്ട്, നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ഈ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കുന്നതേ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ ബിസിനസ് പ്ലാൻ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക്, പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ID യും മൊബൈൽ നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് കഴിയും. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ചെറിയ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു 50% ഡിസ്കൗണ്ട് ഉണ്ട് കോഴ്സ് ഫീൽ. ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. കോഴ്സ് വിറ്റുപോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഞാൻ പറയുന്നതല്ല, ബട്ട് ഇഫ് പോസിബിൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. Learn24 LEARN Learn24 എന്ന് പറയുന്ന പ്രൊമോ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫർ കിട്ടുന്നുണ്ടാവും. കുറച്ച് കാലത്തേക്ക് മാത്രമേ ഓഫർ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നോർമൽ പ്രൈസിലായിരിക്കും അത് വിറ്റുപോകുന്നത്. ഒരിക്കൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. കോഴ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ടും കഴിയും. ഈ കോഴ്സ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റേജ് കോഴ്സാണ്. അപ്പോൾ ഒരു സ്റ്റേജ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. അതിനുശേഷം നിങ്ങൾ അത് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത യൂണിറ്റ് കാണുക. അത് കണ്ടതിന് ശേഷം അത് ചെയ്യുക. ഇത്തരത്തിലൊരു 10-16 എപ്പിസോഡ്സ് അതിനകത്തുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണത് ടോട്ടൽ. അപ്പോൾ അത് ടോട്ടൽ കണ്ട് ഈ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഞാൻ പറയുന്ന കാര്യം പ്രിപ്പയർ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ടെംപ്ലേറ്റിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് കൂടി അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് പ്രൊജക്ഷൻ, അടുത്തൊരു 5 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് പ്രൊജക്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സൽ ഷീറ്റും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് പ്ലാൻ കിട്ടും. അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയും.
നമുക്കെപ്പോഴാണ് കോൺഫിഡൻസ് ലഭിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ അറിയാത്തൊരു വഴിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബൈക്ക് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ? അതിൻ്റെ എവിടെയാണ് വളവുണ്ടാവുക, ഹമ്പ് ഉണ്ടാവുക, അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ നമുക്കറിയത്തില്ല. നമ്മൾ ആ കൂടി ഒരു ടെൻഷൻ മൂഡിലായിരിക്കും. പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയുന്ന, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റൂട്ട് മാപ്പ് എല്ലാം വരച്ച് ഗൂഗിൾ മാപ്പ് വഴിയെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി നമുക്ക് എത്രത്തോളം പേടി ഉണ്ടാവില്ല. ബിസിനസ്സിലും അതുപോലെ തന്നെയാണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. പല ബിസിനസ്സുകാർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് പലരും പാതി വഴി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നത്. സോ ക്ലാരിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് എഴുതി വെക്കണം. ബിസിനസ്സിൻ്റെ ജാതകം നിങ്ങളുടെ കയ്യിൽ വേണം. അതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. സോ ബിസിനസ് പ്ലാനിൻ്റെ കാര്യം നിങ്ങൾക്കത് കൺസിഡർ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജുരാജ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.